ഹായ് ഓൾ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പതിവ് പോലെ ഉച്ചയ്ക്ക് എണീറ്റു, കുളിച്ചു, ഡ്രസ്സ് മാറി, കണ്ണാടിയുടെ മുന്നിൽ ഒരു മണിക്കൂർ നിന്ന് പട്ടി ഷോ ഇട്ടതിന് ശേഷം ഓട്ടോ വിളിച്ച് ഞങ്ങൾ വേഗം ബസ് സ്റ്റോപ്പിലേക്കും തുടർന്ന് ബസ് കയറി ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് മനസ്സിലായോ? അതേ, പൂരം നമ്പർ 2 ആയിരങ്ങണ്ണി പൂരമാണ് ഗൈസ് ഇന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ആയിരങ്ങണ്ണി പൂരത്തിന് പോവുകയാണ്. പോകുമ്പോൾ തന്നെ ആനകളൊന്നും അവിടെ എത്തിയിട്ടില്ല ഉത്സവപ്പറമ്പിക്ക്. അപ്പോൾ മനസ്സിനൊരു ആശ്വാസമായി, കാരണം ഞങ്ങൾ ലൈറ്റായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ചെണ്ടക്കാരുടെ കയ്യിൽ നിന്ന് 2-3 കൊട്ടൊക്കെ മേടിച്ച് എങ്ങനെയൊക്കെ തിരികെ ഈ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന കാഴ്ച കാണാനായി ഞാനും കാതും അഖിലാരനും അവിടെ എത്തിയപ്പോഴേ കുറേ ചവിട്ടും തൊഴിയൊക്കെ കിട്ടിയായിരുന്നു. പോട്ടെ, ഏതായാലും കുറേ നേരം നിന്ന് പൂരം കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷേ നിൽക്കുന്ന ഗഡിയില്ലേ ആന, അവന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ കുറേ നേരമായിട്ട് നിന്ന് തലാട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് ഞങ്ങൾ കുറേ നേരം അനങ്ങാണ്ട് തന്നെ നിന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആനേനെ പേടിയാണ്. പിന്നെ ഈ ചുവന്നുടുപ്പിട്ട ചേച്ചീനെയും ഈ ചോപ്പ് പിടിച്ച് തീയും കൊണ്ടുവരുന്ന തീയത്തിനെയൊക്കെ കണ്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ചെണ്ടേമ കോല് വീണാൽ ആടുന്ന 2-3 കസിൻസിനെയും കണ്ടു ഗൈസ്. പിന്നെ കുറേ നേരം അവൻ്റെ ആട്ടം നോക്കിയിരുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി നടക്കില്ല. അതെ, പോവാം എൻ്റെ ആഘോഷങ്ങളിലേക്ക്. അതേ വയസ്സ് ഫുഡാണ് എനിക്കിപ്പോൾ എല്ലാം. പൂരപ്പറമ്പിൽ നിന്ന് മിളക് ബജിയിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ മറ്റേ മസാല ഇട്ടിട്ട് കടലൊക്കെ ഇട്ടിട്ടുള്ള ഐറ്റമല്ലേ, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഏതായാലും അതും മേടിച്ച് കഴിച്ചു. പിന്നെ കരിമ്പിൻ ജ്യൂസ് ഇല്ലാതെയുള്ള കളി അതെനിക്കില്ല. എവിടെ പോയാലും എനിക്ക് കരിമ്പിൻ ജ്യൂസ് വേണം ഗൈസ്. അപ്പോൾ കരിമ്പിൻ ജ്യൂസും മേടിച്ച് ഞാനൊരു സ്ട്രോയും ഇട്ട് തിരിഞ്ഞ് നിന്നപ്പോഴാണ് എൻ്റെതാ അടുത്തൊരു കസിൻ, ഓനും വേറൊരു സ്ട്രോയും മേടിച്ച് പിന്നെ ഓനും ഊത്ത് തുടങ്ങി. അവൻ്റെ ഊത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചവാദ്യമല്ല ഗൈസ്, കരിമ്പിൻ ജ്യൂസ് കുടിക്കലാണ്. പിന്നെ അനിയത്തിയും അവനും കൂടി കരിമ്പിൻ ജ്യൂസ് കുടിച്ച് ഇടയിൽ ഞാനും മേടിച്ച് കുടിച്ച്, കാരണം തീർന്നാൽ പിന്നെ കഴിഞ്ഞല്ലോ കഥ, കാശുമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും പിന്നെ ഞങ്ങളുടെ പൂരപ്പറമ്പിൻ്റെ വികാരമായ ഐസ്ക്രീമും മേടിച്ച് കഴിച്ചു. ബസ് കയറി ബസ് സ്റ്റോപ്പിൽ വന്നു. പിന്നെ അതിനുശേഷം അടയ്ക്കാൻ പോകുന്ന കടയിൽ നിന്ന് ലേസും മേടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ശേഷം. ബൈ.